Dear students, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ MLTയിലെ യൂണിറ്റ് 2ലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. നമുക്കതിൽ ഫസ്റ്റ് എയ്ഡ് ഫോർ സ്പെസിഫിക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഫസ്റ്റ് എയ്ഡർ എന്താണ്, എന്തെങ്കിലും ഉളുക്കുകളോ ചതവുകളോ അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സോ ഉള്ള കാര്യങ്ങൾ എന്താണ് അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് എന്താണ് അവിടെ പ്രതിവിധി ചെയ്യേണ്ടത് എന്നറിയാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണം എന്തിന് പോകേണ്ടത്, ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡറായിട്ട് പോകേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടായിരിക്കും പേഷ്യൻറ്റിനെ കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെ നമുക്ക് എന്താണ് അവരെ കാമാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ശാന്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മെഡിക്കൽ കെയർ അവർക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ എന്താണ് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് കൂടുതൽ സീരിയസ് ആണെന്നുവെച്ചാൽ നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ശ്വാസമൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റൊന്നും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPR നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കണം. അങ്ങനെ അവരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് വരുന്നത്. 10 കാര്യങ്ങളാണ് നമ്മുടെ ഇഫക്റ്റീവ് ആൻഡ് സേഫ് ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. അതിലൊന്നാമത് പറയുന്നത് ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ എമർജൻസീസിൽ ചെയ്യേണ്ടത്. പിന്നെ ഈ ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നത് അതായത് ഈ വയ്യാതെ കിടക്കുന്ന ആളും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡിന് പോകുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു വേറൊരാൾക്കും കൂടി അതിൽ നിന്ന് ഒരു ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡറെ റിക്വസ്റ്റ് സപ്പോർട്ട് ഏർലി ഫസ്റ്റ് എയ്ഡേഴ്സ് AED എന്ന് നമ്മളിതിനെ പറയും. എമർജൻസി നമ്പറാണ് 144 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് ബി സസ്പീഷ്യസ് ആൻഡ് പ്രൈമർലി അസ്യൂം ഇറ്റ് ഈസ് സംതിങ് സീരിയസ്. നമുക്ക് എന്താണ് സീരിയസ് ആയിട്ട് തോന്നുന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ഫസ്റ്റ് എയ്ഡേഴ്സിനൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വിളിക്കാറ്. അതുപോലെ തന്നെ എന്തെങ്കിലും അതായത് ഈ ഫസ്റ്റ് എയ്ഡർ വന്നു കഴിഞ്ഞിട്ട് ഈ എന്തെങ്കിലും പ്രശ്നങ്ങളായി കെടുക്കുന്നതിന് നമ്മൾ ക്വിക്കിലി ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്താണ് നല്ല രീതിയിൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ, ഇപ്പോൾ പേഷ്യൻറ്റ് തിരിഞ്ഞോ മറിഞ്ഞൊക്കെ കിടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയണം പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആവുമോ. ഇപ്പോൾ എന്തെങ്കിലും സ്പൈനൽ ഇഞ്ചുറീസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നവരായിരിക്കണം ഈ ഫസ്റ്റ് എയ്ഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടി ഒരു പേഴ്സണാണ് നമ്മുടെ പേഷ്യൻറ്റിനോട് സംസാരിക്കാനായിട്ട് പാടുള്ളൂ. എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ എന്താണ് പേഷ്യൻറ്റിനാകെ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ അതായത് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക പേഷ്യൻസിന്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കേസുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി വാർഡിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോവുക. പിന്നെ എന്താണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡർക്ക് എന്ത് വേണം, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ് ഓൺലി ട്രാൻസ്പോർട്ട് പേഷ്യൻ്റ് ബൈ ആംബുലൻസ് ഓർ ടാക്സി. നമ്മൾ പേഷ്യൻറ്റിനെ ഇപ്പോൾ ബൈക്കിലിരുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല. എപ്പോഴും ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ടാക്സിയിൽ വേണം പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രിക്കോഷൻസ് ടു എൻഷുർ സെൽഫ് സേഫ്റ്റിയാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഹസാർഡസ് ആവുന്ന കാര്യങ്ങൾ നമ്മുടെ ലാബിനുള്ളുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ലാബിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് പ്രോപ്പർ ട്രെയിനിങ് ആണ്. അതായത് നമ്മൾ കറക്റ്റ് ട്രെയിനിങ് ഉള്ളവരായിരിക്കണം. അതായത് ട്രെയിനിങ്ങിൽ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ഒരു എക്യുപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്, അതുപോലെ തന്നെ കെമിക്കൽസ് എങ്ങനെ നമ്മൾ എന്താ പറയുക എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം ഇല്ലെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ സേഫ് പ്രോട്ടോകോൾസൊക്കെ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എമർജൻസി പ്രൊസീജിയേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഡീൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്
അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു കാര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് അതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഗൂഗിൾസ്, ലാബ് കോട്ടുകൾ, ഗ്ലൗസ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ടോ ഷൂസ്, ഇതൊക്കെ എന്താണ് നമുക്കൊരു കെമിക്കൽ സ്പില്ലേജോ അല്ലെങ്കിൽ സ്പ്ലാഷസോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ഒരു ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് വെന്റിലേഷനാണ്. നമ്മുടെ ലാബിൽ അത്യാവശ്യത്തിനുള്ള വെന്റിലേഷൻസ് ഉണ്ടായിരിക്കണം. എന്തിനാണ് ഇത്രയും വെന്റിലേഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാംഫുൾ ഫ്യൂംസ്, അതുപോലെ തന്നെ ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേഷൻ ഉള്ളത്. അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ആൻഡ് റെഡ്യൂസിങ് എക്സ്പോഷർ ടു ഹസാർഡസ് സബ്സ്റ്റൻസസ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ഫ്യൂംസൊക്കെ വെന്റിലേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്യൂംസൊക്കെ നമ്മുടെ ലാബിനുള്ളിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ എന്താണ് കറക്റ്റ് എയർ പാസേജ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഫ്രഷ് എയർ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെയൊക്കെ എക്സ്പോഷറൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പറ്റും. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ ഹാൻഡ്ലിംഗ് ആണ്. ഈ കെമിക്കൽ ഹാൻഡ്ലിങ്ങിൽ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ്, സ്റ്റോറിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കെമിക്കൽസ്. നമുക്ക് എങ്ങനെയാണ് ഓരോ കെമിക്കൽ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എവിടെ സൂക്ഷിക്കണം, എങ്ങനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കെമിക്കൽസിലൊക്കെ എന്താണ് ലാബലിംഗ് കറക്റ്റ് ആയിരിക്കണം, സ്റ്റോറിങ് കറക്റ്റ് ആക്കണം. അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ സ്റ്റോർ ചെയ്യണം, സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യണോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടുത്ത് വെക്കാനായിട്ട് പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. ആൻഡ് ഫോളോയിങ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഗൈഡ് ലൈൻസ്. നെക്സ്റ്റ് പറയുന്നത് എക്യുപ്മെൻറ്റ് സേഫ്റ്റിയാണ്. എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഓരോ ദിവസം നമ്മൾ വരുമ്പോഴും എന്താണ് കറക്റ്റായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ടോ ഈ ഒരു മെഷീൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ട്രെയിനിങ് ഓൺ എക്യുപ്മെൻറ്റ് യൂസേജ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്. അതായത് നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഓരോ എക്യുപ്മെൻറ്റ്സും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എമർജൻസി പ്രിപ്പയർഡ്നെസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എമർജൻസി ഐവാൾ സ്റ്റേഷൻസ്, സേഫ്റ്റി ഷവേഴ്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇതൊക്കെ നമ്മുടെ ലാബിനുള്ളിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളതും അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് അസസ്മെൻ്റ് ആണ്. റിസ്ക് അസസ്മെൻറ്റിൽ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെ നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ധരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിങ്ങിൽ പറയുന്നത് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ലബോറട്ടറി എക്യുപ്മെൻറ്റ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സ്ലിപ്പ്, ട്രിപ്സ് ആൻഡ് ഫോൾസ്. അതായത് നമ്മുടെ വീട്ടിലേതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് നമ്മുടെ ലാബിനുള്ള ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തെന്നി വീഴലും വഴുതി വീഴലും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പില്ലേജുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപ്പം തന്നെ നമ്മളെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലാബ് മെമ്പേഴ്സിനോട് എന്താണ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താണ് കൊളീഗ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് റെഗുലർ ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി മീറ്റിംഗ് ആണ്. റെഗുലറായിട്ട് നമ്മൾ എന്താണ് സേഫ്റ്റി മീറ്റിംഗ്സ് ടു ഡിസ്കസ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, പ്രോട്ടോകോൾസ് ആൻഡ് എനി ന്യൂ ഹസാർഡ്സ് ദാറ്റ് മേ അറൈസ്. അതായത് നമ്മുടെ ലാബിനുള്ളിൽ എന്തെങ്കിലും സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോട്ടോകോൾസ് പ്രോട്ടോകോൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഹസാർഡസ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൊവൈഡ് ഓൺ ഗോയിങ് ട്രെയിനിങ് ടു റെയിൻഫോഴ്സ് സേഫ്റ്റി പ്രാക്ടീസസ്. അതുപോലെ സേഫ്റ്റി പ്രാക്ടീസസ് നമ്മുടെ സ്റ്റാഫുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 3 പറയുന്നത് കേട്ടോ. താങ്ക് യു.